2 മണിക്കൂർ 56 മിനിറ്റുള്ള ഒരു സിനിമ വിലായത് ബുദ്ധ, സംവിധാനം ജയൻ നമ്പ്യാർ. കണ്ടു തീർത്തു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷം. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഈ 2 മണിക്കൂർ 56 മിനിറ്റുള്ള സിനിമയുടെ വിശേഷം പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്, ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും പറയാണ്ടിരുന്നാലേ എനിക്ക് വിഷമമുള്ളൂ. അപ്പോൾ തുടങ്ങാം. പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ, ഈ 2 പേരുടെ മുഖങ്ങളും ഈ 2 പേർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ഇതിനു മുമ്പുള്ള പൃഥ്വിരാജിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഗംഭീര നടൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ നടൻ തിളങ്ങാറുണ്ട്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ സച്ചിയുടെ ലാസ്റ്റ് ഫിലിമായിട്ടുള്ള അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമയിൽ തന്നെ ബിജു മേനോൻ പൃഥ്വിരാജ് നല്ല ഗംഭീരമായിട്ട് വർക്കായതാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഷമ്മി തിലകനാവുമ്പം അതുപോലെ ഒരു ഗംഭീര സാധനമാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോയത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഗംഭീരമായിട്ട് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 3 മണിക്കൂർ ഒരു വധം എന്നൊന്നും തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ച് പറയാൻ പാടില്ല. അത് ഭയങ്കര ഒരു അനീതിയായിട്ട് പോകും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് an okay എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്ക് കണ്ടപ്പം ഒരു ഭയങ്കര ബോറടിയോ ഭയങ്കര ലാഗോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റാഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രശ്നമായത് എഡിറ്റിംഗ് ആണ്. കാരണം ഈ പടത്തിൻ്റെ ലെങ്ത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 3 മണിക്കൂർ സിനിമ നമ്മൾ കണ്ടിരിക്കണമെങ്കിൽ അത് ഒരു ബാഹുബലിയോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള സാധനമൊക്കെ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ പുഷ്പ 2 ഒക്കെ കണ്ടിട്ട് കൈയടിച്ച് ഭയങ്കര സംഭവമായിട്ട് വന്ന് റിവ്യൂ പറയുന്ന ആളുകളെ പോലെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമൊന്നും അല്ല ഈ സിനിമയ്ക്കകത്തുള്ളത്. മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചന്ദനക്കടത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ഡബിൾ മോഹൻ എന്നുള്ള ഒരു ക്യാരക്ടർ, ഈ ക്യാരക്ടറിൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ക്യാരക്ടറും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിറ്റ് ഭാസ്കരൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതാണ് പോളിഷ്ഡായിട്ട് ആ ഒരു ക്യാരക്ടർ, ഷമ്മി തിലകൻ്റെ ക്യാരക്ടറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഭാര്യ, ഗേൾ ഫ്രണ്ട് ആൻഡ് ഭാര്യ, ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്ത നടി, പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പേര് ഓർമ്മ വരുന്നില്ല. പുള്ളിക്കാരി ശരിക്കും നമ്മളെ പുഷ്പയിലെ രശ്മിക മന്ദാനയായിട്ട് കോമ്പറ്റീഷനിലാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് പല സീനുകളും എഴുതി വെച്ചിരിക്കുന്നതും പുള്ളിക്കാരി ചെയ്തു വെച്ചിരിക്കുന്നതും സാമാന്യം നല്ല ഓവറായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ സാധനം വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കഥയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കോലത്തിലായതുകൊണ്ട് അത് അങ്ങ് പോയി. അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ ഇത് പോകണമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ കഥയുടെ മെയിനായിട്ടുള്ളൊരു സംഭവം എല്ലാവർക്കും അറിയാം. GR ഇന്ദുഗോപൻ്റെ ഒരു കഥയാണ് വിലായത് ബുദ്ധ. അപ്പോൾ ആ കഥ നമ്മൾ സിനിമയാക്കുമ്പോൾ തീർച്ചയായിട്ടും സിനിമ ആസ്വാദകർക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വേണമായിരുന്നു. അത് വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ, അതിൻ്റെ ഒപ്പം അത്ര ഒരു എലിവേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. എന്താ പറയുക, നമുക്ക് പടം കണ്ടിരിക്കാം, നമുക്ക് 3 മണിക്കൂർ പടം കണ്ടിരിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഒരു സന്തോഷം, ഒരു നല്ലൊരു സിനിമ കണ്ടു എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയില്ല എന്നാണ് നമുക്കെന്ന് ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, എനിക്ക് അത് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഈ പടത്തിൽ എന്നെ കുറച്ചെങ്കിലും എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എത്ര റെപ്യൂട്ടേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിലും ജേക്സ് ബിജോയുടെ ഇത്തരത്തിലുള്ള പിടപ്പിക്കൽ കേട്ടിരിക്കാൻ രസം തന്നെയാണ്. കാരണം ഫോക്ക് ആ ഒരു സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ആക്ഷനൊക്കെ എലിവേറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത സാധനങ്ങൾ തന്നെ പിന്നെയും പഠിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അനിരുദ്ധൊക്കെ എപ്പോഴോ പണി നിർത്തി പോകുന്നതാണ്. ചില ജോൺറ, ചില ടൈപ്പ് സിനിമകൾക്ക് ചില ടൈപ്പ് BGM വേണം. അപ്പോൾ അത് കൊടുക്കാതെ നമ്മൾ ആ സമയത്ത് കൊണ്ടുകൊണ്ട് പാട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അതാണ് ശരിക്കും ജേക്സ് ബിജോയ് ചെയ്തിരിക്കുന്നത്. പുള്ളി ആ സിനിമയ്ക്ക് വേണ്ട സാധനമാണ് കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഒരു എൻഡ് നോട്ടായിട്ട് പറയുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ എന്നതിനുപരിയായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ഒരു ജീപ്പ്, ഒരു മഹീന്ദ്ര ജീപ്പ്, അത് നല്ല രസമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് 1-2 സീനുകളിനകത്ത്. ഞാൻ പറയുന്നില്ല, ആ സീനുകൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ജീപ്പിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വിലായത്ത് ബുദ്ധ മരം, ഈ മരത്തിനും ഈ ജീപ്പിനും നല്ല പ്ലേസ്മെന്റ് ആണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് വിലായത് ബുദ്ധയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഈ സിനിമ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയൊന്നും അല്ലെങ്കിലും തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു 1 ടൈം വാച്ച് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗൈൻ റിമൈൻഡിങ് യു, പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe. This is Jolt SPK signing off.